ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചതിൽ പ്രതിഷേധിച്ച മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവനിൽ നടന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ് പരിപാടിയിൽ നിന്ന് മന്ത്രി ഇറങ്ങിപ്പോയി. എന്റെ രാജ്യം ഇന്ത്യയാണ്, ഭരണഘടനയാണ് അതിന്റെ നട്ടെല്ല്, മറ്റൊരു സങ്കല്പവും അതിന് മുകളിലല്ലെന്നും മന്ത്രി പറഞ്ഞു. അർജുൻ രാജ് ചേരുന്നുണ്ട്. അർജുൻ, ഇന്നലെ മുഖ്യമന്ത്രി എം വി ഗോവിന്ദന്റെ RSS പരാമർശവുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിൽ ഇതും പറഞ്ഞിരുന്നു. രാജ്ഭവനെയും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു RSS അജണ്ട കേരളത്തിൽ രാജ്ഭവനിൽ നടപ്പാക്കാൻ കഴിയില്ല, അതിൽ നിന്ന് ഗവർണർ പിന്നോട്ട് പോകണമെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഇത് വിവാദമാക്കാൻ തന്നെയാണ് ഗവർണറുടെ തീരുമാനമെന്നാണ് ഇന്നത്തെ ഈ ഒരു പ്രതികരണത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ചെയ്തിയിൽ നിന്നും മനസ്സിലാകുന്നത്. അതിന് തക്കതായ ഒരു പ്രതികരണമാണ് മന്ത്രി വി ശിവൻകുട്ടി നൽകിയിരിക്കുന്നു. വിശദാംശങ്ങൾ ഭാരതാംബ വിഷയത്തിൽ ഇപ്പോൾ വി ശിവൻകുട്ടി പ്രതികരിക്കുകയാണ്. ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടുണ്ടോ? ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഈ ഗവർണറെ ഏതെങ്കിലും പരിപാടിക്ക് എല്ലാം വിളിക്കുന്ന സ്ഥലത്തെല്ലാം ഭാരതാംബയുടെ ചിത്രം ഉണ്ടാക്കണമല്ലോ. അവരെ നോട്ടീസിൽ പറയുമായിരിക്കും നിങ്ങൾ ഭാരതാംബയുടെ ചിത്രങ്ങൾ ഉണ്ടാക്കണം. അതൊന്നും കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല. ഇത് നമ്മൾ ഇതുവരെ കേട്ടുകളില്ലാത്ത പക്ഷെ സാധാരണഗതി കഴിഞ്ഞ ഗവർണർ നമ്മളെ ഏത് പരിപാടിക്കും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ഒരു വളരെ വില കുറഞ്ഞ നിലപാടാണ്. സ്ഥാനത്തിലിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ വില കുറഞ്ഞ നിലപാടാണ്. നമ്മൾ ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരോ ഒക്കെ ആയിരിക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ ഉദാഹരണം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഞാനൊക്കെ എന്തെല്ലാം പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്, എന്തെല്ലാം വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. അന്നൊക്കെ നടത്തുന്ന പോലെ നമുക്ക് മന്ത്രിയായ ശേഷമോ അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് വന്ന ശേഷം ആരെങ്കിലും ചെയ്യോ? ഒരു പാർട്ടിക്കാരും അങ്ങനെ ചെയ്യില്ലല്ലോ. ഏതെങ്കിലും ഇന്ത്യ രാജ്യത്ത് വേറെ ഏതെങ്കിലും സംസ്ഥാനത്തെ ഗവർണർമാര് എനിക്കറിയില്ല ഇങ്ങനെ RSSന്റെ ചിഹ്നം വെച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് ഔദ്യോഗിക പരിപാടിയാണെങ്കിൽ തർക്കമില്ലല്ലോ. നിങ്ങൾക്ക് ആർക്കും തർക്കമില്ലല്ലോ. ഇനി ഗവർണർ ഇങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പരിപാടിയിൽ ക്ഷണിക്കേണ്ടെന്ന് പൊതുവിൽ തീരുമാനിക്കേണ്ടി വരും. ആണോന്ന് ഞാനത് രണ്ടൊന്നും ഗവർണറുടെ നിലപാട് ഇങ്ങനെയാണെങ്കിൽ ഇനി പരിപാടികളിൽ ഇറങ്ങി വരുന്നതും പോകുന്നതും ഒക്കെ ഇവർ കൂടെ ഉണ്ടവരും എടുത്തുമില്ല. ഓഫ് ചെയ്യാമെങ്കിൽ ഒരു കാര്യം പറയാം. 20 മിനിറ്റ് അയാൾ കാത്തു നിന്നു. അപ്പോൾ സന്തോഷിച്ച് 20 മിനിറ്റ് വന്ന് നമ്മൾ വരാൻ വേണ്ടി വളരെ വില കുറഞ്ഞ നിലപാടാണ്. ഇങ്ങനെയാണ് ഗവർണറുടെ നിലപാടെങ്കിൽ ഇനിയുള്ള പരിപാടികളിൽ അദ്ദേഹത്തെ ക്ഷണിക്കില്ല എന്നാണ് അർജുൻ ഇപ്പോൾ വി ശിവൻകുട്ടി പ്രതികരിച്ചിരിക്കുന്നത്. ഇന്ന് ഗവർണർ തൊടുത്തുവിട്ടിരിക്കുന്നത് വലിയൊരു വിവാദത്തിലേക്കുള്ള ഒരു നാമ്പാണെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുണ്ടായിരുന്ന പോര് നമ്മൾ കണ്ടതാണ്. അതിനൊന്നുമില്ല എന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ തുടക്കത്തിലൊക്കെ ഇടപെട്ടിരുന്നത്. സർക്കാരിന്റെ നിലപാട് ഇങ്ങനെയാണ്. പക്ഷേ ഗവർണർക്ക് അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന കാര്യമായിരുന്നു പറഞ്ഞിരുന്നത് ഇന്നലെ മുഖ്യമന്ത്രി. മാത്രമല്ല രാജ്ഭവനെ RSS വത്കരിക്കാൻ സമ്മതിക്കില്ല, അതിവിടെ നടക്കില്ല എന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇപ്പോൾ വി ശിവൻകുട്ടി പറയുന്നതും ഇതാണ്, ഇനി അദ്ദേഹത്തെ പരിപാടികളിൽ ക്ഷണിക്കില്ല, ഇങ്ങനെയാണ് നിലപാടെങ്കിൽ എന്നാണ് പറയുന്നത്. അർജുൻ, തീർച്ചയായും മന്ത്രി നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രാജ്ഭവനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. മന്ത്രി തന്നെ നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. മിനിസ്റ്റർ, വലിയൊരു രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനം കൂടിയാണ് രാജ്ഭവനിൽ എടുത്തിട്ടുള്ളത്. എന്താണെന്ന് ശരിക്കും സംഭവിച്ചിട്ടുള്ളത്? ഇന്ന് യഥാർത്ഥത്തിൽ ഈ കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ രാജ്യ പുരസ്കാര അവാർഡ് വിതരണ ചടങ്ങാണ് ഇന്ന് രാജ്ഭവനിൽ രാവിലെ 11 മണിക്ക് നിശ്ചയിച്ചിരുന്നത്. ഈ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ രക്ഷാധികാരി ഗവർണറും അതിന്റെ പ്രസിഡന്റ് വിദ്യാഭ്യാസ മന്ത്രിയാണ്. അപ്പോൾ നമ്മൾ ഈ പുരസ്കാരങ്ങൾ ഞാനിന്നിപ്പോൾ CM പങ്കെടുക്കുന്ന വേറെ പേരുടെ അധ്യക്ഷനായിരുന്നു. അപ്പോൾ CM വരാൻ താമസിച്ചുകൊണ്ട് അവിടെ എത്താൻ വേണ്ടി താമസിച്ചു. പക്ഷെ അവർ 20 മിനിറ്റ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഞാനവിടെ ചെന്നപ്പോൾ ഭാരതാംബയുടെ ഒരു ചിത്രം, അതിലൊരു നിലവിളക്കുണ്ട് ഫ്രണ്ടിൽ, കൊളുത്തിയിട്ട് ഗവർണറാത്തിന്റെ തിരിയെല്ലാം കൊളുത്തി തീർത്തു. ആ സമയത്താണ് ഞാൻ കയറി ചെല്ലുന്നത്. ഞാനവിടെ ഇരുന്നു. അദ്ദേഹം ഷേക്ക് ഹാൻഡൊക്കെ ചെയ്ത് സ്വീകരിച്ചു.
അത് കഴിഞ്ഞ് സ്വാഗതം പ്രസംഗം നടത്തി പ്രഭാകരൻ, ഇതിൻ്റെ സെക്രട്ടറി. അത് കഴിഞ്ഞിട്ട് അധ്യക്ഷ പ്രസംഗത്തിന് എന്നെ വിളിച്ചു. ആ പ്രസംഗത്തിന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, രാജ്യ പുരസ്കാർ അവാർഡ് നേടുന്ന എല്ലാ സ്കൗട്ട് ഗൈഡ് വിദ്യാർത്ഥികളെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. സംസ്ഥാന തലത്തിലെ ഒരു സ്കൗട്ടിനോ ഗൈഡിനോ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ രാജ്യ പുരസ്കാര അവാർഡ്. ബഹുമാനപ്പെട്ട ഗവർണറോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഇത് ഔദ്യോഗിക പരിപാടിയാണ്. ഇത് രാജ്ഭവനും ഗവൺമെന്റ്, കേരള ഗവൺമെന്റിനോട് ചേർന്ന് നടത്തുന്ന പരിപാടിയാണ്. ഇവിടെ രാഷ്ട്രീയ നിറമോ രാഷ്ട്രീയ ചിഹ്നമോ ഉണ്ടാവുന്ന ഒരു കാര്യം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഇവിടെ ഭാരതാംബയുടെ ചിത്രം, ഭാരതാംബ എന്ന് നിങ്ങൾ പറയുന്ന ആളുടെ ചിത്രം ഇവിടെ വച്ചിരിക്കുന്നു. അതിൻ്റെ തീ കൊളുത്തുന്നു, തിരി കൊളുത്തുന്നു, വിളക്ക് കൊളുത്തുന്നു, അതുപോലെ തന്നെ പുഷ്പാർച്ചന നടത്തുന്നു. ഇത് ശക്തമായ രാഷ്ട്രീയ നിലപാടാണ്. ഒരു കാരണവശാലും ഞങ്ങളിത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ മഹാത്മാഗാന്ധിയുടെയോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പടം വച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. ഇതിൽ ഞാൻ ശക്തിയായി പ്രതിഷേധിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടെ അങ്ങയുടെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഭരണഘടനയാണ് നമ്മുടെ എല്ലാം നട്ടില്ലെന്ന് പറയുന്നത്. മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിന് മുകളിലല്ല. അത് നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങയുടെ ഈ രാഷ്ട്രീയ നിലപാടിലും നടപടിയിലും പ്രതിഷേധിച്ച് ഈ സമ്മേളനത്തിൽ നിന്ന് വാക്കൗട്ട് നടത്തി പോവുകയാണ് എന്ന് പറഞ്ഞിറങ്ങി പോകുന്നു. ഔദ്യോഗിക പരിപാടിയിൽ ഗവർണർ ഇത്തരം ചിഹ്നങ്ങളോ ഒന്നും പ്രദർശിപ്പിക്കില്ല എന്നൊരു നിലപാട് പറഞ്ഞിരുന്നു. പക്ഷേ വീണ്ടും സർക്കാരിന്റെ ഒരു പ്രതിനിധി പങ്കെടുക്കുന്ന പരിപാടിയിൽ പോലും അത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത് സർക്കാരിനോടുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണോ ഗവർണർ നടത്തുന്നത്? വെല്ലുവിളിയാണ്, അഹങ്കാരമാണ്, ധിക്കാരമാണ്, അറിവില്ലായ്മയാണ്. ഒരു കാരണവശാൽ അംഗീകരിക്കാൻ പെടുന്ന കാര്യമല്ല. ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിലപാട് ചൂണ്ടിക്കാട്ടിയല്ലോ. ഇത്തരം നിലപാട് ആവർത്തിക്കുകയാണെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? അല്ല, ഇത്തരം നിലപാടുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കും. ഇത് രാജ്ഭവനിൽ വെച്ച് വേണമെങ്കിൽ എന്റെ മാന്യത കൊണ്ട് നടന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആ കുട്ടികളെയും കൂടെ വിളിച്ചുകൊണ്ട് എനിക്ക് ഇറങ്ങി വരാമായിരുന്നല്ലോ. കേരളത്തിലെ കുട്ടികളല്ലേ, അവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് തന്നെ, അവിടെ ഇരിക്കുന്ന ഏത് ആ പടം കുട്ടികൾക്ക് സംശയം. ഈ കുട്ടികളൊന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഈ പടത്തെ. ഒരു ഗവർണർ പടത്തെ കൃത്യമായൊരു ധാരണ നേരത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭാരതാംബയുടെ ചിത്രം ഇത്തരത്തിലുള്ള ഇത് പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ഗവർണറെ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് വരെ പോകേണ്ടി, ഗവർണറെ പങ്കെടുപ്പിക്കാതിരിക്കുന്ന പരിപാടികളിലേക്ക് വരെ പോകേണ്ടി വരില്ലേ? ഗവർണറെ സഹകരിപ്പിച്ച് ഒരു പരിപാടി നടത്താൻ പോലും പറ്റാത്ത സാഹചര്യം. വിരുദ്ധമായിട്ടും രാഷ്ട്രീയ പക്ഷപാതത്തോടു കൂടിയുള്ള നിലപാട് സ്വീകരിച്ചാൽ അദ്ദേഹത്തിന് പങ്കെടുപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അഖില, അങ്ങനെ ഒരു നിലപാട് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ പരിപാടിക്കകത്ത് 20 മിനിറ്റ് കഴിഞ്ഞാണ് വിദ്യാഭ്യാസ മന്ത്രി അവിടെ എത്തിയത്. ആ ഘട്ടത്തിൽ മന്ത്രി കണ്ടത് ഗവർണർ ഈ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കുന്നതും ദീപം കൊളുത്തുന്നതുമാണ്. ആ ഘട്ടത്തിൽ തന്നെ മന്ത്രി പ്രസംഗിക്കുന്ന വേദിയിൽ നിലപാട് വിശദീകരിച്ചുകൊണ്ട് ആ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. മന്ത്രി പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധേയമാണ് എന്ന് തോന്നുന്നുണ്ട്. മന്ത്രി സദസ്സിൽ, ആ പ്രസംഗവേദിയിൽ പറഞ്ഞത് എൻ്റെ രാജ്യം ഇന്ത്യയാണ്, ഭരണഘടനയാണ് അതിൻ്റെ നട്ടെല്ല്, മറ്റൊരു സങ്കല്പവും അതിന് മുകളിലില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ആ വേദി വിട്ടത്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു രാഷ്ട്രീയ പോരിലേക്ക്, ഒരു ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകുമെന്ന് പറയേണ്ടി വരും. അഖില.